അപ്പോൾ നമ്മളുടെ 100 പ്രീ ഓൺഡ് ഷോറൂംസിൻ്റെ റിവ്യൂസിൻ്റെ ക്യാമ്പയിനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൈത്രി മോട്ടോഴ്സ് ബൈ ആൻഡ് സെയിൽ ബൈക്സ്, ഇത് കരോൾ ബാഗിൽ തന്നെയുള്ള നൈവാല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഷോറൂമാണ്. കരോൾ ബാഗിലെ നൈവാല പോപ്പുലർ ഒരു ബൈക്ക് സ്ട്രീറ്റാണ്. ഈ പ്രീ ഓൺഡ് ഷോറൂംസ് ഒരുപാടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എല്ലാവർക്കും മൈത്രി മോട്ടോഴ്സിൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കരോൾ ബാഗിൽ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ഒരുപാട് കറങ്ങി തിരിയായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പിന്നെ ഡിഫറെൻറ്റ് കളക്ഷൻസ് ഉള്ള ഒരുപാട് വണ്ടികളുള്ള ഒരു കളക്ഷനുകളുള്ള ഒരു ഷോറൂമാണ് മൈത്രി മോട്ടോഴ്സ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നാട്ടിലെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുക. പിന്നെ NOC ഇവന്മാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ ട്രാൻസ്പോർട്ടേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങളാണ് കമ്പയർ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ ടാക്സ് ഞാൻ മറ്റേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരു റിപ്പീറ്റ് ചെയ്ത പോലെ NOCൻ്റെ ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, പിന്നെ നമ്മളെ നാട്ടിൽ ഒരു രജിസ്ട്രേഷൻ ടാക്സ് വരുന്നുണ്ട്. ആ ടാക്സിൻ്റെ അമൗണ്ടും കൂടി എല്ലാം ആഡ് ചെയ്തിട്ട് വേണം കേരള വണ്ടികളായിട്ട് ഇവിടുത്തെ വണ്ടികളെ കമ്പയർ ചെയ്യാൻ. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു ബേസിക് ആയിട്ടുള്ള വണ്ടികളുടെ മോഡലും അതുപോലെ പ്രൈസും നിങ്ങളുടെ അടുത്തോട്ട് ആ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വീഡിയോ വരുന്നത്. നമുക്ക് ഏകദേശം 100ഓളം ബൈക്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ 3 സെഗ്മെൻ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ 3 സ്ഥലത്തായിട്ടാണ് ഇവന്മാർ നിർത്തിയത്. ഇപ്പോൾ ഈ ഗോഡൗൺ തന്നെ കണ്ടാലേ നമുക്ക് മനസ്സിലാവും. കാരണം ഇത് ഒരു ബേസ്മെൻ്റ് ആണ്, ലൈക്ക് ബിൽഡിങ്ങിൻ്റെ താഴെയാണ്, ഇത് ബേസ്മെൻറ്റിലാണ്. അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് ഇവന്മാരുടെ സർവീസും പരിപാടിയും ഉണ്ട്. അതുപോലെ കുറച്ച് സ്റ്റോക്സ് പുറത്ത് നിർത്താൻ പറ്റാത്ത വണ്ടികൾ എന്ത് ചെയ്യും, അവന്മാർ ഇവിടെ നിർത്തുന്നതാണ്. അപ്പോൾ ഇതിൽ ഏകദേശം നമുക്ക് ഒരുപാട് സ്റ്റോക്സ് ഇവന്മാർ കാണിച്ചു തന്ന്, അതിൽ ഒരുപാട് ലൈക്ക് മോഡൽസ് ഉണ്ട്, കിലോമീറ്റർ ഡ്രീവൺ ഉണ്ട്, ഓണർഷിപ്പ് അതെല്ലാം ഞാൻ ചോദിക്കുന്നുണ്ട്. ഒരുപാട് KTMസും R15സും പിന്നെ അതുപോലെ ബൈക്സും സൂപ്പർ ബൈക്സ് ആയിട്ടുള്ള ഒരുപാട് ബൈക്സ് അവന്മാർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് ജസ്വന്ത് ഭായ് ആണ്. ഹലോ, വെൽക്കം ടു അവർ ബ്ലോഗ് ജസ്വന്ത് ഭായ്. बढ़िया है। और अब हमको डिटेल्स है, चले डिटेल्स का बाइक बढ़िया बाइक है मेरे पास। KTM 250 है, 2020 मॉडल है और ये 4 नंबर है, 426 गुड़गांव नंबर है। गाड़ी की कंडीशन देख लो, दोनों टायर बॉडी लाइन नई जैसी है। 2020 मॉडल വണ്ടിയാണ്. കിലോമീറ്റർ कितना ड्रिवन होता है? 12,000 किलोमीटर है। 12,000 किलोमीटर ആണ് ഓടിയത്. इसका डिमांड है हमारा 1,45,000 1,45,000 1,45,000. ഫസ്റ്റ് ഓണർ ഗാഡി ഫസ്റ്റ് ഓണർ ഗാഡി 1,45,000 ആൾ ഈ വണ്ടിക്ക് ഡിമാൻഡ് ചെയ്യുന്നത്. ബാക്കി വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. फ्यूचर ABS है, 5 साल का इंश्योरेंस है, हेडलाइट LED वाली है, बस यही सब। LED ഹെഡ് ലാമ്പുള്ള നമ്മളുടെ ഡ്യൂക്ക് 250 വേരിയൻ്റ് ആണ് നമ്മുടെ അടുത്തുള്ളത്. 1,45,000 ആൾ ഇതിനെ ആസ്ക് ചെയ്യുന്നത്. उसके बगल 200 है, ഒരു 200 ഉണ്ട്. 20 मॉडल है, ये भी 20 मॉडल है, 200 और इसका डिमांड है हमारा 1.5 लाख रुपये। 2020 മോഡൽ 2020 മോഡൽ 20 മോഡൽ ഒരു 200 ആണ്. ആൻഡ് ഡിമാൻഡ് ഈസ് 1,50,000 ആണ് എന്നാണ് ആൾ പറയുന്നത്. ഫസ്റ്റ് ഓണർ ഗാഡി ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ कितना ड्रिवन होगा? ये 17 ആണ് ഓടിയത്. ആൻഡ് നെക്സ്റ്റ് ഗാഡിയിലോട്ട് വരാം. 22 मॉडल है, ये भी 22 മോഡൽ ഒരു 125. ഓക്കെ, फर्स्ट ओनर बाइक है। हाँ, 14,500 किलोमीटर चली है। हाँ, इसका डिमांड है हमारा 1,20,000 125। 125 1,25,000 ആണ് ഈ വണ്ടിക്ക് പറയുന്നത്. ഒരു 125 ഫസ്റ്റ് ഓണർ व्हीकल. इसके बाद आपको मिल जाएगा यामाहा का FZ। अच्छा, यामाहा का FZ 2023 मॉडल है। 23 मॉडल 23 मॉडल लेटेस्ट वेरिएंट ആണ്. कितना मांग रहे हैं मतलब? इसका डिमांड है हमारा 10,000 10,000 1,10,000 1,10,000 ആണ് ഇതിന് ഡിമാൻഡ് ചെയ്യുന്നത്. 2023 कौन सा महीना होगा? महीना होगा दूसरा तीसरा शुरू अच्छा का। अच्छा अच्छा ഓക്കെ, നെക്സ്റ്റ് വണ്ടി നമ്മളിവിടെ പോകാം. ഒരു എക്സ്പൾസ് ഉണ്ട് നമുക്ക് 4V 22 मॉडल है। 22 മോഡൽ 2022 മോഡൽ ഒരു എക്സ്പൾസ് ആണ്. ഫസ്റ്റ് ഓണർ ഗാഡിയെ फर्स्ट ओनर गाड़ी है और 30 किलोमीटर चली है। 3,000 कितना 3,000 3,500 किलोमीटर ആണ് ആകെ ഓടിയത്. और रिप्टे देख लो, कंडीशन टायरों के रिप्टे नहीं आ रहे, ब्रांड नहीं गाड़ी है। मॉडल 22 मॉडल एंड फर्स्ट ओनर। और इसका प्राइस है हमारा 1,15,000 1,15,000 1,15 ഒരു 2022 മോഡൽ
മൈത്രി എക്സ്പ്രസ് 4V ഉണ്ട്. ആകെ ഓടിയത് 3500 നെക്സ്റ്റ് आ വണ്ടി गया 22 मॉडल है ड्यूक 250 അച്ഛാ ഒരു ഡ്യൂക്ക് 250 ഉണ്ട്. मॉडल 22 മോഡൽ 2022 മോഡൽ ഒരു मॉडल है ടെസ്റ്റ് മോഡലാണ്. 2022 മോഡൽ ഒരു ഡ്യൂക്ക് डबल 250 ഉണ്ട്. लाइट वाली है हाँ। 390 आगे से देखो डबल लाइट वाली है अच्छा। LED वाली ആ डबल LED ഉള്ള എല്ലാം ടൈപ്പ് വണ്ടിയാണ്. कितना मांग रहा है मतलब इसका प्राइस हमारा 185 185 ലൈക്ക് 1,85,000 185 ആള് ആ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വണ്ടിയിലോട്ട് പോകും. ये है RC 200 मॉडल 19 मॉडल है അച്ഛാ 135,000 ഒരു RC 200 ഉണ്ട് 19 മോഡൽ 2000 135,000 डिमांड 135 डिमांड ആ 1,35,000 അച്ഛാ ഓക്കെ 135 ആൾ ഇതിന് ഡിമാൻഡ് ചെയ്യുന്നത്. ഒരു RC 200 19 മോഡൽ ഫസ്റ്റ് ഓണർ ബൈക്ക്. ഓക്കെ ഒരു ഫസ്റ്റ് ഓണർ ബൈക്കാണെന്ന് പറയാം. കിतना കിലോമീറ്റർ या 12,000 12,000 ഓടിയ വണ്ടി അല്ലേ. ഓക്കെ നെക്സ്റ്റ് ये भी है 250 एडवेंचर है एडवेंचर है। touring वाली बाइक है और ये 22 मॉडल है हाँ। और हमारा डिमांड है 2,20,000 2,20,000 അച്ഛാ 2,20,000 2020 20 मॉडल മോഡൽ ഒരു 250 ഓക്കെ अडवेंचर मॉडल touring वाला है ना और कितना फर्स्ट ओनर फर्स्ट ओनर है फर्स्ट ओनर व्हीकल कितना किलोमीटर ड्रिवन होगा ये ये 9,000 9,000 9,000 समझ लो അച്ഛാ 10,000 9,000 10,000 മാക്സിമം കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് വണ്ടിയിലോട്ട് പോകും. ये 23 मॉडल है ആ 2023 മോഡൽ किलोमीटर चलिए 23 किलोमीटर അച്ഛാ पहली भी सर्विस नहीं हुई അതിലേക്ക് സർവീസ് നെയ് പോയി. ആദ്യത്തെ സർവീസ് പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് ആൾ പറയുന്നത്. 2,500 കിലോമീറ്റർ ആണ് ആകെ ഓടിയത്. नंबर भी बढ़िया और कितना मांग रहे हैं आप 2,45,000 अच्छा 2,45 ഈ വണ്ടിക്ക് വാങ്ങുന്നത്. ഓക്കെ നെക്സ്റ്റ് ചോദിക്കും. ये 2023 मॉडल 2023 मॉडल 23 मॉडल है 35 किलोमीटर चली है और सबसे टॉप मॉडल है कितना किलोमीटर ड्रिवन है 35 किलोमीटर 3,500 അച്ഛാ 3,500 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി 2023 മോഡൽ 2023 ഒരു മോഡൽ ഫസ്റ്റ് ഓണർ വെഹിക്കിൾ फर्स्ट ओनर സർവീസ് सर्विस रिकॉर्ड बाइक है हाँ। टायरों की रुकते नहीं मतलब टायर ടയറെല്ലാം കാണിക്കുന്നുണ്ട് ആള്. और कितना पूछ रहे हैं आप 3,45,000 അച്ഛാ 3,45 ആൾ ഇതിന് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വണ്ടിയുടെ കണ്ടീഷനും ഇതൊക്കെ നോക്കിയിട്ട് നാട്ടിലെ പൈസ ഒക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക ഈ ഡിസിഷൻ എടുക്കുക. അപ്പോൾ അടുത്ത് നമുക്കൊരു വണ്ടി ഉള്ളത് ये 22 मॉडल है और इसका हमारा डिमांड है 2,35,000 ഒരു അപ്പാച്ചി RR ആണ് 310 cc 22 मॉडल है 22 और हमारा 2022 डिमांड है മോഡൽ 2,35,000 22 മോഡൽ ഒരു അപ്പാച്ചി RR ആണ് 2,35 ആൾ ഇതിന് ഡിമാൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ടി ഒരു യമഹ RO5 ये भी 33 मॉडल है 33 हाँ सिर्फ 400 23 മോഡൽ അച്ഛാ ഒരു 2023 മോഡൽ गाड़ी की कंडीशन V4 ആണ്. से पीछे तक कितना डिमांड है इसका इसका डिमांड है हमारा 185,000 1,85,000 അച്ഛാ 1,35 ആണ് ഇതിൻ്റെ ഡിമാൻഡ് ഉള്ളത്. നെക്സ്റ്റ് വണ്ടിയിലോട്ട് പോകാം. ये भी 33 2023 मॉडल है 23 മോഡൽ RS 200 ആണ് നമുക്കുള്ളത്. कितना ड्रिवन है फर्स्ट ओनर सिर्फ 3,000 3,000 कितना 3,000 3,000 ആകെ 3,000 ആണ് ഓടിയത് വിത്ത് സർവീസ് റെക്കോർഡ്. सर्विस रिकॉर्ड बाइक ഫസ്റ്റ് ഓണർ വെഹിക്കിൾ ആകെ 3,000 ഓടിയ ഒരു RS 200 ആണ്. कितना मांग रहा है इसका 1,65,000 1,65 ആണ് ഈ വണ്ടിക്ക് ആൾ പറയുന്നത്. നമ്മളെന്ത് ചെയ്യാം നോക്കിയിട്ട് ചെയ്യാം. അടുത്തത് ഒരു ഡോമിനാർ 22 मॉडल है और सिर्फ 4,000 किलोमीटर ड्रिंग हुई है बिल्कुल नई बाइक है गाड़ी की कंडीशन देख लो टायरों के रिप्ले बिल्कुल सामान लगा हुआ है नया वाला मॉडल है बिल्कुल टायरों के देख लो बिल्कुल रिप्ले है और इसका 4,000 കിലോമീറ്റർ ഓടിയ 2022 മോഡൽ ഡോമിനാർ. 22 मॉडल है कितना है डिमांड पूरे 2,05,000 2,05,000 2,05,000. അടുത്തത് ये भी 125 सीसी है 125 RC 125 ആണ്. കൊഞ്ചം മോഡൽ 22 मॉडल है 22 മോഡൽ 2022 മോഡൽ ഒരു RC 125 ആണ്. और कितना है डिमांड
इसका प्राइस हाँ ये मिल जाएगी 175 की आपको 170 170 170 ഒരു RC 125 ആണ് 22 മോഡലാണ് 175 की ഓക്കെ അപ്പോൾ അടുത്തത് ഒരു BMW ये BMW कितना BMW बाइक है आपके पास मेरे पास 4 चार बाइक है इसमें दो इधर खड़ा है और दो രണ്ടെണ്ണം ഗോഡൗണിലുണ്ട് രണ്ട് BMW ബൈക്ക് ഉണ്ട് നമ്മുടെ അടുത്ത് और सिर्फ 4000 किलोमीटर चली 400 किलोमीटर गाड़ी की कंडीशन देखिए 400 और 4000 400 किलोमीटर 400 കിലോമീറ്റർ വെറും 400 മീറ്റർ ഷോറൂം കണ്ടീഷൻ एकदम ഷോറൂം कंडीशन 400 കിലോമീറ്റർ ഓടിയ 23 മോഡൽ ഒരു BMW प्राइस इसका मेरा 3,25,000 325 വണ്ടി അതും 2023 മോഡൽ ഓൺലി ഡ്രിവൺ 400 ഓക്കെ जस्ट वन बाइक का गारंटी और नेक्स्ट वंडी ये भी BMW है BMW का 2021 मॉडल है 2021 മോഡൽ 7 किलोमीटर चली 700 2021 മോഡൽ 2021 മോഡൽ ഒരു BMW ആണ് ആകെ 700 ആണ് കിലോമീറ്റർ ഓടിയത് ഫസ്റ്റ് ഓണർ വെഹിക്കിൾ कितना है 225 की दे दें 225 225 ആളിതിന് ആസ്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളാണ് ഇതിന് തീരുമാനിക്കേണ്ടത് ഒരുപാട് വണ്ടികളുണ്ട് യശ്വന്ത് ഭായ് ബോലന KTM की 125 RC आ गई 20 मॉडल है 2020 മോഡൽ ഒരു KTM-ൻ്റെ 125 इसका डिमांड है मेरा 130 130,000 ആണ് ആളിതിന് ഡിമാൻഡ് ചെയ്യുന്നത് നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകാം 22 मॉडल है और 22 RC मॉडल 200 है 200 ഓക്കെ नया वाला मॉडल है പുതിയ മോഡൽ 2022 മോഡൽ हाँ, 2022 മോഡൽ ഒരു RC 200 ആൻഡ് കിतना ഡിമാൻഡ് है इसका 170 की 170 170 ആണ് ഇതിന് ഡിമാൻഡ് വരുന്നത് അടുത്ത വണ്ടി നെക്സ്റ്റ് ये है 2021 मॉडल 21 മോഡൽ 2021 മോഡൽ RR 310 310 हाँ ये दे देंगे 230 230 मतलब 230 230 ആണ് ഇതിന് ആസ്ക് ചെയ്യുന്നത് കിലോമീറ്റർ കിतना ഡ്രിവൺ होगा 8000 8 ആണ് ഇതിൽ പറയുന്നത് നെക്സ്റ്റ് വെഹിക്കിൾ ये है RC 200 RC 2019 मॉडल ടൂഹൺഡ്രഡിലുള്ള ഒരു 2019 മോഡൽ ഒരു RC 200 ആണ് ये दे देंगे 140 1,40,000 ആളിത് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞത് ഫസ്റ്റ് ഓണർ होगा സെക്കൻഡ് First owner. ഫസ്റ്റ് ഓണർ ഗാഡി ഓക്കെ സോ നെക്സ്റ്റ് ഗാഡി R15 22 मॉडल है ഒരു 2022 മോഡൽ ഒരു R15 ഉണ്ട് പിന്നെ ഇത് കുറച്ച് ഡസ്റ്റ് ഒക്കെ ആയിട്ടാണ് ഉള്ളത് ആജ് ക്ലീനിങ് ആയി പോകാൻ ഇസ്ലിയെ ഏസത്തോടെ ഇന്ന് ക്ലീനിങ്ങും പരിപാടിയൊന്നും നടന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിൽ ആൾ കാണിക്കുന്നത് 2 मॉडल है ഓക്കെ और 1,45,000 1,45,000 പ്രൈസ് अच्छा 2022 മോഡൽ R15 V3 145 प्राइस അച്ഛാ 22 മോഡലിന് 1,45 ആണ് നമ്മുടെ ഈ വണ്ടിക്ക് ആൾ പറയുന്നത് സോ നെക്സ്റ്റ് വണ്ടി ഒരു RR 310 തന്നെയാണ് 23 मॉडल है 23 മോഡൽ 1500 चली അച്ഛാ 1500 വെറും 1500 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു RR 310 ആണ് എന്നുള്ളത് ഒരു 2023 മോഡൽ और इसका प्राइस हमारा 2.5 लाख रुपये ഡയലാഗ് 250 ആണ് ഈ വണ്ടിക്ക് ആൾ ഡിമാൻഡ് ചെയ്യുന്നത് ഓക്കെ വണ്ടിയുടെ കണ്ടീഷനൊക്കെ ഇങ്ങനെയാണുള്ളത് കുറച്ച് പൊടികളൊക്കെ ഉണ്ട് പക്ഷേ ബാക്കി ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക നെക്സ്റ്റ് വണ്ടി ये एडवेंचर അഡ്വഞ്ചർ 250 ഒരു അഡ്വഞ്ചർ 250 ആണ് നമുക്കുള്ളത് 22 मॉडल है ये 22 മോഡൽ ഓക്കെ ഇതൊരു 2022 മോഡൽ ഫസ്റ്റ് ഓണർ വെഹിക്കിൾ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് കിतना ഡിമാൻഡ് ഇസ്കാ 230 ആണ് ആളിതിന് ഡിമാൻഡ് ചെയ്യുന്നത് നെക്സ്റ്റ് വെഹിക്കിൾ ये 21 मॉडल है सिर्फ 2000 300 किलोमीटर चली है 21 മോഡൽ 21 मॉडल 2021 മോഡൽ കിतना ചെറിയ सिर्फ 300 300 ഒരു വെറും 300 കിലോമീറ്റർ മാത്രമാണ് ഓടിയത് 2021 വെഹിക്കിൾ വിത്ത് സർവീസ് റെക്കോർഡിന് सर्विस रिकॉर्ड है ടയറൊക്കെ ആ രീതിയിലുണ്ട് ഷോറൂം കണ്ടീഷൻ കിतना मांग रहे हैं आप 185 185 ആണ് ഇതിന് വരുന്നത് ये इसका शोरूम में कितना होगा लाइक फ्रेश गाड़ी 2.5 लाख 250 2.5 ലക്ഷം ഷോറൂമിൽ വരുന്ന വണ്ടിക്ക് ആൾ ഇവിടെ പറയുന്നത് 1,85,000 ഡിമാൻഡ് किलोमीटर चलिए और 21 मॉडल नेक्स्ट व्हीकल लास्ट ये व्हीकल ऑन दिस रो ड्यूक 200 है 2021 मॉडल डूब 200 है ये कितना किलोमीटर चल रहा है ये भी 14-15 के आसपास ओके है
कौन सा ओनरशिप और कितना मांग रहे फर्स्ट ओनर है और 21 मॉडल है और 150 अच्छा ഒരു ഡൂക്ക് 200 2021 മോഡലിന് ആസ്ക് ചെയ്യുന്നത് 150 150 1.5 ലക്ഷമാണ് ആൾ ആസ്ക് ചെയ്യുന്നത് ബാക്കി വണ്ടിയുടെ കണ്ടീഷനൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ആളുടെ തന്നെ ഉള്ളിലുള്ള ഒരു ഗോഡൗൺ ആണ് ഇവിടെ ഓൾമോസ്റ്റ് വണ്ടികൾ അവിടെ പുറത്ത് നിർത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ഉള്ളിൽ നിർത്തുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് ഇവിടുന്ന് പോകാം ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് ഓക്കെ മൈത്രി മോട്ടോഴ്സ് ലൊക്കേഷൻ ഇതിലുണ്ട് നൈവാല കറോൾബാഗിനുണ്ട് അതുപോലെ നമ്പറും ഇതിലുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം इस मॉडल है 21 और ब्लैक कलर गाड़ी 2021 മോഡൽ ഒരു BMW ആണ് सामान भी लगवा रखा कस्टमर ने ओके ये 21 मॉडल कौन सा ओनरशिप हो गया ये फर्स्ट ओनर गाड़ी फर्स्ट ओनरशिप है अच्छा ये कितना किलोमीटर ड्रिवन हो गया ये चलिए आपका 12,000 किलोमीटर 12,000 अच्छा ये 21 ഓക്കെ 21,000 കിലോമീറ്ററാണ് ഓടിയത് ആൾ അറിയാതെ പറഞ്ഞാണ് പിന്നെ കിतना मांग रहे हैं इसका हमारा डिमांड है 2.5 2.5 मतलब 2,05,000 ഓക്കെ 2021 മോഡലുള്ള BMW 21,000 കിലോമീറ്ററാണ് ഓടിയത് ഈ വണ്ടിക്ക് ആൾ ഡിമാൻഡ് ചെയ്യുന്നത് ये നെക്സ്റ്റ് गाड़ी 22 मॉडल है 2022 മോഡൽ ഒരു RR 310 ഓക്കെ റെഡ് കളറിലുള്ള വണ്ടിക്ക് कितना मांग रहे हैं आप लोग इसका डिमांड है हमारा 2.25 2.25 2,25,000 രൂപക്കാണ് ഈ വണ്ടി ആൾ പറയുന്നത് ഓക്കെ സോ അടുത്തത് നമുക്കൊരു V4 2 मॉडल है वर्जन 4 है V4 जो Okay. कस्टमर मांग रहा है ब्लू कलर है Okay. गाड़ी की कंडीशन देख लो दोनों टायर बढ़िया गाड़ी 2022 മോഡൽ 22 मॉडल 2022 മോഡൽ V4 ആണ് നമുക്കുള്ളത് ആൾക്കാർ ഡിമാൻഡുള്ള വണ്ടിയാണ് കിतना मांग रहे हैं आप लोग 160 160,000 अच्छा 1,60,000 ആൾ ഇതിനെ ആസ്ക് ചെയ്യുന്നത് ये कितना किलोमीटर ड्रिवन हो गया यस 6,000 किलोमीटर चलिए 6,000 കിലോമീറ്റർ ആണ് ആൾ പറയുന്നത് 6,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത് സോ നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം അപ്പോൾ അടുത്ത ഒരു വണ്ടിയിലോട്ട് പോകാം ഒരു 2023 23 मॉडल है ആ ब्लैक मैट कलर गाड़ी है गोल्डन गाड़ी है गाड़ी की कंडीशन देख लो बिल्कुल ऐसे पम्पी पैक കുറേ മോഡിഫിക്കേഷൻ പോലെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ 2023 മോഡൽ V4 और इसका डिमांड है हमारा 1,75,000 175,000 1,75,000 ആണ് ഇതിന് ഡിമാൻഡ് गाड़ी की कंडीशन देख लो गाड़ी की मीटर देख लो കിലോമീറ്റർ ഓടിയത് ഓൺലി 6,000 കിലോമീറ്റർ ആണ് ഓടിയത് എന്നാണ് പറയുന്നത് 2023 മോഡൽ 6,000 കിലോമീറ്റർ നെക്സ്റ്റ് गाड़ी चलते हैं MT आ गई है ഓക്കെ ഒരു അഡ്വഞ്ചർ 390 सीसी 390 cc യാ ഒരു 390 യാ मांगता है रॉकेट गाड़ी ആ റോക്കറ്റ് ഗാഡി യാ ഒരു അടുത്ത നമുക്കൊരു KTM ലുള്ള 390 അഡ്വഞ്ചർ വണ്ടിയാണ് ये कौन सा मॉडल है मतलब 20 मॉडल 20 മോഡൽ 2020 മോഡലുള്ള ഒരു വണ്ടിയാണ് ഇത് और कितना किलोमीटर ड्रिवन हो गए 14,000 किलोमीटर चली है गाड़ी की कंडीशन देख लो 14,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയത് വണ്ടിയുടെ കണ്ടീഷൻ ഓക്കെയാണ് പിന്നെ കിतना ഡിമാൻഡ് 230 230 ആൾ ഇതിനെ ആസ്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് गाड़ी അപ്പോൾ അടുത്തൊരു വണ്ടിയാണ് നമുക്ക് വരുന്നത് ये 19 मॉडल है और 250 सीसी है और डिमांड है हमारा 145 അച്ഛാ 2019 മോഡൽ KTM 250 ആണിത് ഇതിന് ആളുടെ ഡിമാൻഡ് കിतना ഡിമാൻഡ് 140 ഒരു 1,40,40,000 ആൾ പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്ത് നെക്സ്റ്റ് ഒരു വണ്ടി RC2 है RC 125 सीसी 125 20 मॉडल है അച്ഛാ ഒരു 2020 മോഡൽ RC 125 ആണിത് और कितना डिमांड है इसका इसका हमारा डिमांड है 135 135 ഈ ഒരു RC 125 ആൾ പറയുന്നത് നെക്സ്റ്റ് വെഹിക്കിൾ ये 15 मॉडल है 15 മോഡൽ പുരാന മോഡലാണ് അച്ഛാ 2015 മോഡൽ KTM 200 आपको 95 95,000 2015 മോഡൽ ഒരു KTM 200-ന് 2015 മോഡൽ ഒരു 200-ന് 95,000 ആണ് അവന്മാർ ആസ്ക് ചെയ്യുന്നത് ये कौन सा ओनरशिप हो गया ये
फर्स्ट ओनर दूसरा होगा सेकंड दूसरा सेकंड कुछ होगा സെക്കൻഡ് ഓണറൊക്കെ ആയിരിക്കും എന്നാണ് ആൾ പറയുന്നത്. 95,000 ഒരു 2023 390 ആണ് ഇതുള്ളത്. ഫസ്റ്റ് ഓണറാണ്. ഫസ്റ്റ് ഓണർ. कितना किलोमीटर होगा ड्राइवर? 6 किलोमीटर 6,000. 6210 കിലോമീറ്ററാണ് ഓടിയത്. और कितना मांग रहे हैं इसको? 2,95,000. 295,000 ഇതിന് ആൾ ഡിമാൻഡ് ചെയ്യുന്നത്. സൗണ്ട് അതിൻ്റെ സൗണ്ട് നമുക്ക് ആൾ കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞത്. നെക്സ്റ്റ് गाड़ी चल 2020 മോഡലുള്ള ഒരു ഡൊമിനാർ 250 और कितना मांग रहे हैं आप लोग? 125. 125 ഡൊമിനാർ 250. അപ്പോൾ ഏകദേശം എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിച്ചെന്നുള്ള ഒരു കോൺഫിഡൻസിൽ പിന്നെ ഞാൻ പറയേണ്ടത് എൻ്റെ ഭാഗത്തു നിന്നുള്ള സജഷൻസാണ്. ഇവരുടെ കോർപ്പറേഷൻസും പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. പഞ്ചാബീസാണ് ഇതിൻ്റെ ഓണേഴ്സ്. നല്ല ഒരു കോർപ്പറേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവന്മാർ പ്രൊവൈഡ് ചെയ്ത് തരും എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എൻ്റെ ഭാഗത്തു നിന്നുള്ള സജഷൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിലോമീറ്റേഴ്സ് ഇപ്പോൾ 2021 മോഡലുകളുള്ള വണ്ടികളൊക്കെ മീറ്ററിൽ ഒരുപാട് കിലോമീറ്റർ താഴെയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആസ് എ വാണിംഗ് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മേക്ക് ഷുവർ സർവീസ് ഹിസ്റ്ററി എന്തായാലും ചെക്ക് ചെയ്യണം. സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അതുപോലെ മറ്റേ നമ്മളുടെ കഴിഞ്ഞ ഒരു വ്ളോഗിൽ നമ്മളുടെ മുകേഷ് ജി പറഞ്ഞ പോലെ എഞ്ചിൻ ആൻഡ് ചേസിസ് നമ്പറൊക്കെ ചെക്ക് ചെയ്യണം. അതുപോലെ പിന്നെ റീപെയിൻ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ ഡോക്യുമെൻറ്റ്സ് ബാക്കി ചലാൻസ് പരിപാടിയുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വൺസ് ഇവിടുന്ന് വണ്ടി ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടാസ്ക് ആയിരിക്കും. പിന്നെ അതുപോലെ NOC പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര ദിവസത്തിൻ്റെ ഉള്ളിലാണ് അവന്മാർ തരിക എന്നുള്ളതും നിങ്ങൾ ചോദിച്ചിട്ട് ഉറപ്പ് വരുത്തണം. പിന്നെ ഇവിടുത്തെ നമ്പേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കും. അതുപോലെ താഴെയായിട്ട് ഒരു സബ്ടൈറ്റിൽ പോലെ അതും ഞാൻ കൊടുക്കും. പിന്നെ ഇവന്മാരെ നമ്പർ ഉണ്ട്, അതിൽ കാറ്റലോഗിൽ എല്ലാ ഇൻഫോർമേഷൻസും കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ അഡീഷണൽ ഇൻഫോർമേഷൻസ് എന്തെങ്കിലും ആണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് എന്തായാലും എത്തിച്ചേരും. പിന്നെ ബാക്കിയുള്ള മിസ്റ്റേക്സൊക്കെ നിങ്ങൾ കൊടുക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്.